അല്ലൂട്ടാ, ഇന്നിപ്പോ വെക്കേഷൻ കഴിഞ്ഞില്ലേ, സ്കൂളിൽ പോവല്ലേ? സന്തോഷാണോ സങ്കടാണോ? പറയ്. സന്തോഷാണോ? എന്തിനാ സന്തോഷം? സ്കൂളിൽ പോവാനോ? കാരണം പറ, കാരണം. സ്കൂളിൽ പോകുന്നതിൽ എന്താ അത്ര സന്തോഷം? കാരണം പറ. പഠിക്കാൻ. ഓ മൈ ഗോഡ്, പഠിക്കാനുള്ളത് കൊണ്ട് എൻ്റെ കുട്ടി സന്തോഷിക്കുകയാണ് ഗൈസ്, അല്ലേ? അങ്ങനെ 10 ദിവസത്തെ വെക്കേഷന് ശേഷം അല്ലൂട്ട് എന്താ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ആ ട്രാക്കിൽ കയറി പറ്റാൻ നന്നേ കഷ്ടപ്പെട്ടു. അവനല്ല, ഞാൻ. കാരണം ഓനങ്ങനെ ഇരുന്ന് തന്നാൽ മതിയല്ലോ, ഞാൻ പറയും പോലെ ചെയ്താൽ മതിയല്ലോ, ഞാനാണല്ലോ ഇത് ചെയ്യേണ്ടത്. അപ്പോൾ രാവിലെ ആ സമയത്ത് എണീക്കുക, പിന്നെ അവനെ റെഡിയാക്കി വിടുക. 8 മണിയാകുമ്പോഴത്തേക്കും വണ്ടി വരും, അപ്പോഴത്തേക്കും അവനെ കയറ്റി വിടണമല്ലോ. അപ്പോൾ ആ ഇതൊക്കെ അങ്ങോട്ട് സെറ്റാകാൻ വേണ്ടി ഞാൻ കുറച്ച് നേരത്തെ എണീറ്റ് പരിപാടി തുടങ്ങിയിരുന്നു. കാരണം എന്നെ പറ്റിക്ക് നല്ല ബോധമുണ്ടല്ലോ. എന്തായാലും വലിയൊരു തള്ളു വിട്ടിട്ടാണ് ചങ്ങായി രാവിലെ തന്നെ സ്കൂളിലേക്ക് പോകുന്നത്. കാരണം പഠിക്കാനുള്ള ഒരു ഇത് കൊണ്ട് ഓന് സ്കൂളിൽ പോകാൻ ഭയങ്കര സന്തോഷമാണെന്നാണ് പറഞ്ഞത് കേട്ടോ. വെക്കേഷൻ തുടങ്ങി അന്ന് തൊട്ടിട്ടേക്ക് 10 ദിവസം വെക്കേഷൻ ഉണ്ടെന്ന് ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ദിവസങ്ങൾ കുറയുന്നത് കുട്ടി അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. ഈ ഒരു വെക്കേഷനിൽ അല്ലൂട്ടന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ ചെയ്തത്. കാരണം അല്ലൂട്ടൻ വെക്കേഷൻ എന്ന് കേട്ടപ്പോൾ പറഞ്ഞത് അമ്മമ്മേൻ്റെ അടുത്ത് പോകണം എന്നുള്ളതാണ്. അപ്പം അത്രയും ദിവസം അമ്മേൻ്റെ അടുത്ത് പോയി നിന്ന് തന്നെയാണ് അല്ലൂട്ടൻ ഏറ്റവും വലിയ സന്തോഷം കേട്ടോ. പിന്നെ അവനൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് റിസോർട്ടിൽ പോകണം, അമ്മേ നമുക്ക് റിസോർട്ടിൽ പോകണം. അന്ന് ഞങ്ങളെല്ലാവരും കൂടെ, ഞാൻ വൈശാട്ടനും തുമ്പി അല്ലൂട്ടനും കൂടെ ഒരു ട്രിപ്പ് പോയത് ഓർമ്മയുണ്ടോ? വയനാട്ടിലാണെങ്കിലും നമ്മൾ ആ ഒരു റിസോർട്ട് നന്നായി എക്സ്പ്ലോർ ചെയ്തായിരുന്നു. അപ്പോൾ അതുപോലെ പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. പക്ഷെ എന്തായാലും ഏട്ടൻ പോണതിന് മുമ്പ് അത് നടത്തണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ അടുത്ത കാര്യം പരിപാടി എന്ന് പറഞ്ഞാൽ വണ്ടി കാത്ത് നിൽക്കുക. പക്ഷെ അധികം നേരം കാത്ത് നിൽക്കേണ്ടി വന്നില്ല, വേഗം വന്നായിരുന്നു കേട്ടോ. സാധാരണ ഗ്രീൻ വണ്ടിയിലാണ് കടത്തി വിടുന്നതൊക്കെ പറയുന്നത്, അത് കയറ്റി വിടുന്നതെങ്കിൽ ഇന്ന് റെഡിലാണ് കേട്ടോ. അത് നമ്മുടെ കുട്ടി സബ്സ്ക്രൈബറാണ് കേട്ടോ. അവൻ എപ്പോൾ കാണുമ്പോഴും നമ്മളെ വീഡിയോയും ചാനലിനെ പറ്റിയൊക്കെ പറയുവേ. അങ്ങനെ അല്ലൂട്ടനും ചാറ്റാ ബേബിയെ പറഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. പിന്നെ എന്തൊക്കെയോ പണികളുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ച കണ്ടത്. വെറുതെ അല്ല, അച്ഛനും അച്ഛൻ്റെ മക്കളും ഒക്കെ ഇങ്ങനെ എന്താ പറയുക ബ്യൂട്ടി കോൺഷ്യസ് ആയത്. മൊത്തം കുത്തിയ കുമ്പളം മുളയ്ക്കാന്ന് ചോദിക്കില്ലേ, അതുപോലെ മോന്തായം ഇങ്ങനെയാണ്, അതായത് അച്ഛൻ ഇങ്ങനെയാണെന്ന് കണ്ണാടിയൊക്കെ വെച്ചിട്ടേ സൗന്ദര്യം നോക്കുക, മുഖം തുടയ്ക്കുകയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ വീഡിയോ അച്ഛൻ കാണില്ല, കാരണം അച്ഛന് യൂട്യൂബില്ലല്ലോ. അപ്പം ഞാനിത് എടുത്തിട്ടല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്, ബൈ.